ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സൂപ്പർ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ടെസ്റ്റിൽ അസാധാരണ ശൈലിയിൽ റൺസ് ഉയർത്താൻ മിടുക്കനായ ഋഷഭ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്. ഓസ്ട്രേലിയ ഉൾപ്പെടെ ഇന്ത്യ കിടിലൻ ജയങ്ങൾ സ്വന്തമാക്കിയപ്പോൾ അതിനെ മുന്നിൽ നിന്ന് നയിച്ചത് ഋഷഭാണെന്ന് നിസ്സംശയം പറയാം. എന്നാൽ സമീപകാലത്തെ ഋഷഭിന്റെ പ്രകടനങ്ങൾ പ്രതീക്ഷ നിലവാരത്തിനൊത്ത് ഉയരുന്നില്ല എന്നതാണ് വാസ്തവം. ഭേദപ്പെട്ട രീതിയിൽ തുടങ്ങുമെങ്കിലും പിന്നീട് വിക്കറ്റ് വലിച്ചെറിഞ്ഞാണ് ഋഷഭിന്റെ രീതി. ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നുണ്ടെങ്കിലും സമാന രീതിയിൽ താരം വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയാണ്. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ടെസ്റ്റിലും ഋഷഭിന്റെ പുറത്താകൽ സമാനമായ മോശം ഷോട്ടിലായിരുന്നു. ഒരേ പിഴവ് ഋഷഭ് ആവർത്തിക്കുകയാണെന്ന് പറയാം. ഇപ്പോഴാ ഋഷഭിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ്. ഋഷഭ് പന്തിന്റെ ഷോട്ട് തെരഞ്ഞെടുപ്പിനെയാണ് കൈഫ് വിമർശിക്കുന്നത്. ന്യൂ ബോളിലേക്ക് വരുമ്പോൾ പിച്ചിന്റെ സ്വഭാവം മാറുകയാണ്. അതേപോലെ പന്ത് ഹാർഡാകുമ്പോൾ മറ്റൊരു തരത്തിലാണ് പിച്ച് പ്രതികരിക്കുന്നത്. ന്യൂ ബോളിലേക്ക് വരുമ്പോൾ പിച്ചിന്റെ സ്വഭാവം മാറുകയാണ്. അതേപോലെ പന്ത് ഹാർഡാകുമ്പോൾ മറ്റൊരു തരത്തിലാണ് പിച്ച് പ്രതികരിക്കുന്നത്. ഇത് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. 73 ഓവറുകൾ കളി നടന്നപ്പോൾ വലിയ ടേൺ പിച്ചിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്തും ദേവത്ത് പടിക്കലും അനായാസം റൺസ് ഉയർത്തി. ഋഷഭ് പുറത്തായ രീതിയെ ഞാൻ വിമർശിക്കുന്നില്ല. എന്നാൽ അവൻ സാമാന്യ ബുദ്ധി കാട്ടത്താണ് നിരാശപ്പെടുത്തുന്നത്. ന്യൂ ബോളിലെ ആദ്യ ഓവറിൽ 3 തവണയാണ് അവൻ മുന്നോട്ട് കയറി കളിച്ചത്. അവിടെ സാമാന്യ ബുദ്ധി എന്നത് കട്ട് ഷോട്ട് കളിക്കുക എന്നാണ്. ഋഷഭിനെ പോലെ കളിക്കുന്ന താരം സാമാന്യ ബുദ്ധി കൂടി ഉപയോഗിക്കേണ്ടതായുണ്ട് എന്നാണ് കൈഫ് പറഞ്ഞത്. 62 പന്തിൽ 39 റൺസാണ് ഋഷഭ് നേടിയത്. 4 4-ഉം 1 6-ഉം ഉൾപ്പെടെയായിരുന്നു ഋഷഭിന്റെ പ്രകടനം. കെഷാറ നുബന്തിയുടെ ഓവറിൽ സിനാൽ ദിൽഷയുടെ ക്യാച്ചിലാണ് ഋഷഭ് പന്ത് പുറത്തായത്. ഋഷഭിന്റെ ഈ മോശം ഷോട്ട് കളിച്ചുള്ള പുറത്താകലിനെതിരെ നേരത്തെ പരിശീലകൻ ഗൗതം ഗംഭീറും വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനെ ചൊല്ലി ഇരുവർക്കുമിടയിൽ ഇപ്പോൾ ഭിന്നതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഋഷഭ് പന്തിന്റെ മോശം പ്രകടനം തുടർന്നാൽ താരത്തെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതകളും ഏറെയാണ്. ഗൗതം ഗംഭീർ ഋഷഭിന് പകരം ധ്രുവ് ജെറലിനെ വിക്കറ്റ് കീപ്പറാക്കിയാൽ സായ് സുദർശൻ തിരിച്ചെത്തുമ്പോൾ ദേവത്ത് പടിക്കലിനെ മധ്യനിരയിലും കളിപ്പിച്ചേക്കും. എന്തായാലും നിലവിലെ ഋഷഭിന്റെ പ്രകടനങ്ങൾ പഴയ നിലവാരം കാട്ടുന്നില്ലെന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചറിവ് നടത്താൻ ഋഷഭ് പന്തിന് സാധിക്കേണ്ടതുണ്ട്. രണ്ടാം ഇന്നിംഗ്സിലൂടെ ഋഷഭിന് ഇത് സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ ഋഷഭിന്റെ സീറ്റ് തെറിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം. വെല്ലുവിളികൾ മറികടന്ന് ഋഷഭ് ശക്തമായി തിരിച്ചെത്തുമോ എന്ന് കാത്തിരുന്ന് കണ്ടറിയാം. അതേസമയം ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിലാണ്. ഇന്ത്യയുടെ 462 റൺസ് എന്ന ഒന്നാം ഇന്നിംഗ്സ് സ്കോറിന് മറുപടിക്കിറങ്ങിയ ശ്രീലങ്ക 284 റൺസിന് പുറത്തായി. 178 റൺസിന്റെ ലീഡാണ് ഇന്ത്യക്ക് ലഭിച്ചത്. മാനവ് സുധർ 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ രവീന്ദ്ര ജഡേജ 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. യുവ സ്പിന്നർ മാനവ് സുധർ മികച്ച ഫോം തുടരുകയാണ്. ശ്രീലങ്കയെ പിടിച്ചുകെട്ടി പരമ്പര വിജയിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. സമീപകാലത്തെ ടെസ്റ്റിലെ മോശം പ്രകടനങ്ങൾ ചീത്തപ്പെരുമാറ്റാൻ ഇന്ത്യക്ക് പരമ്പര നേടേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം വലിയ വിമർശനം മാത്രമായിരിക്കില്ല, പല പ്രമുഖരുടെയും ടീമിലെ സ്ഥാനം പോകാനും സാധ്യതകളേറെയാണെന്ന്.